ലോകത്തുള്ള എല്ലാ മനുഷ്യരും കൊതിക്കുന്നത് സന്തോഷമുള്ള ഒരു ജീവിതത്തെയാണ്. നമുക്ക് ഈമാനിന്റെ പ്രഭ ലഭിച്ച നമുക്ക് വേറെയും ലക്ഷ്യങ്ങളുണ്ട്. എവിടെയാണ് സഹോദരങ്ങളെ ഇന്ന് മനസ്സമാധാനമുള്ളത്? പള്ളിയിൽ വെച്ച് ജുമുഅക്ക് ഞാൻ പറഞ്ഞു, എവിടെയാണ് സന്തോഷമുള്ളത്? എവിടെ നോക്കിയാലും പ്രശ്നങ്ങളാണ്, ചാടിപ്പോക്കുകളുടെ പരമ്പരകൾ. ഒരു ഭാഗത്ത് ലഹരികൾക്ക് അടിമപ്പെടുന്ന ആയിരക്കണക്കിന് കുട്ടികൾ, മറുഭാഗത്ത് നല്ല നല്ല ഹാജിമാരുടെ മക്കളാണ്, ഹജ്ജുമ്മമാരുടെ മക്കളാണ്. അതുപോലെ തന്നെ രോഗങ്ങൾ മറ്റൊരു ഭാഗത്ത് കുന്നുകൂടുകയാണ്. ധാരാളം ആളുകൾ, ആരോഗ്യമുള്ള നല്ല നല്ല ചെറുപ്പക്കാരായ ആളുകൾ കേൾക്കുന്നു, അയാൾ ഡയാലിസിസ് നടത്തുന്നുണ്ട്. ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ കിഡ്നി നഷ്ടപ്പെട്ട് നടക്കുന്ന രോഗികൾ, ക്യാൻസർ രോഗികൾ, ഒരു ഭാഗം തളർന്നുപോയ പാവങ്ങൾ, ഷുഗറിന് അടിമപ്പെട്ട് മരണത്തോട് മല്ലിടുന്നവർ, ഇങ്ങനെ ഒരു ഭാഗം വേറെ രൂപത്തിലായി. രോഗിയായാൽ സഹോദരങ്ങളെ എല്ലാം കഴിഞ്ഞു. രോഗിയായാൽ തുടക്കത്തിലൊക്കെ കരയാനും പറയാനും ആളുകളുണ്ട്. പിന്നീടൊക്കെ ഒന്ന് മരിച്ചു കിട്ടാൻ ദുആ ചെയ്യുന്ന ഒരു കാലമാണ്. മറ്റൊരു ഭാഗങ്ങളിലോ ഒരു പേടിയുമില്ലാത്ത മഹാനായ ശൈഖുന കുണ്ടൂർ ഉസ്താദിനെ പോലെയുള്ള മുത്തുകൾ വെറും 5 രൂപ മാത്രം. അതും ഏത് വിഷയത്തിൽ? എന്റെ അനുജന്മാരെ, ഒരു പാവപ്പെട്ട മനുഷ്യൻ കുണ്ടൂർ പള്ളിയിൽ ഇരിക്കുന്നത് കണ്ടപ്പോ എന്താണ് വിവരം അന്വേഷിച്ചു. ബസ്സിൽ പോകാൻ ബസ്സിന് പൈസയില്ല എന്ന് പറഞ്ഞപ്പോ കുണ്ടൂർ ഉസ്താദ് ഒരാജിയുടെ കയ്യിൽ നിന്ന് 5 രൂപ വാങ്ങിക്കൊടുത്തു, 5 ഉറുപ്പിക വാങ്ങിക്കൊടുത്തു. മഹാനവറുകൾ രാത്രി 12-ഉം 1 മണി കഴിഞ്ഞിട്ടും ഉറക്ക് വരുന്നില്ലത്രേ. ഉറങ്ങാതെ അവിടുത്തെ പൊന്നുമക്കൾ ചോദിച്ചു, ഉപ്പാ എന്താണ് അവിടുന്ന് ഉറങ്ങാത്തത്? ഞാൻ ഒരാൾക്ക് 5 ഉറുപ്പിക കൊടുക്കാനുണ്ട്, കടം വെച്ചിട്ട് എങ്ങനെ ഉറങ്ങും? കടത്തോടുകൂടെ എങ്ങനെ ഉറക്ക് വരും? അപ്പൊ അവിടുത്തെ പൊന്നുമക്കൾ 5 ഉറുപ്പിക എടുത്തു കൊടുത്തു. അപ്പൊ അവിടുന്ന് പറഞ്ഞു മറുപടി വാക്കുകൾ, നാളെ നമുക്ക് ചുറ്റുപാടൊന്നുമില്ലല്ലോ, നാളെയും ഉറങ്ങാം. ഇത് ആ മനുഷ്യന്, ഞാൻ വാങ്ങിയ വ്യക്തിക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച മുത്തുകളുടെ മക്കളാണ് നമ്മൾ. നേരെ മറിച്ച് ഇന്ന് അല്ലാഹുവിന്റെ കോടതിയിൽ ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ ആരാണെന്നറിയോ? എന്റെ അനുജന്മാരെ, കടത്തോടുകൂടെ, ഞാൻ ശൈഖുനാനെ ഇരുത്തി ഓർമ്മപ്പെടുത്തുന്നു, കടത്തോടുകൂടെ മരിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ, ആ മനുഷ്യന് ലഭിക്കുന്ന ശിക്ഷകളെ കുറിച്ച് മഹാന്മാർ എഴുതി വെക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഓതി പഠിച്ച ഒരു കുട്ടി അവിടുന്ന് മരണ ലോകത്തോട് വിട പറഞ്ഞു. സ്വഹാബത്ത് എല്ലാവരും വുദൂ ചെയ്ത് മയ്യിത്ത് നിസ്കരിക്കാൻ കാത്തിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നില്ല, മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി വരുന്നില്ല. സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, എന്തുകൊണ്ട് അവിടുന്ന് മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി വരുന്നില്ല? അവിടുത്തെ എല്ലാമല്ലേ അല്ലാഹുവിന്റെ ഹബീബാക്ക് പൊന്നുമോനെ, ആ കുട്ടിയെ രക്ഷപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടുകൂടെ അവിടുന്ന് പറഞ്ഞു, ആ മരിച്ചു കിടക്കുന്ന മനുഷ്യന് കടമുണ്ട്, കടത്തോടുകൂടെ മരിക്കുന്നവന് വല്ലാത്ത ശിക്ഷയാണ്, ഞാൻ മയ്യിത്ത് നിസ്കരിക്കാനില്ല. ആ കൂട്ടത്തിൽ കഴിവുള്ള സ്വഹാബികളുണ്ട്. യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ കൂട്ടുകാരന്റെ കടം എത്രയാണെങ്കിലും ഞങ്ങൾ വീട്ടാം നബിയേ. പ്രിയപ്പെട്ട ഖാദിസിയുടെ പരിസരത്തുള്ള മുഹിബ്ബീങ്ങളായ ജ്യേഷ്ഠാനുജന്മാരെ, സ്വന്തം ബാപ്പ മരിച്ചിട്ട് പള്ളിയിൽ മിഹ്റാബിന്റെ അരികിൽ കൊണ്ടുവന്ന് വെച്ച് പള്ളിയിലെ ഉസ്താദിനെ കൊണ്ട് ബാപ്പയുടെ കടം വീട്ടാൻ വല്ല വ്യക്തിപരമായി അല്ലെങ്കിൽ കടവ ബാധ്യതയായി വല്ലതുമുണ്ട് എങ്കിൽ ഇന്നാരിന്റെ മക്കളുമായി ബന്ധപ്പെടണമെന്ന് ബാപ്പയോ ഉസ്താദിനോട് ഉസ്താദിനെ കൊണ്ട് പറയിപ്പിച്ചു. ആഴ്ചകളെല്ലാം മാസങ്ങൾ കഴിഞ്ഞു, കൊല്ലം 1 കഴിഞ്ഞിട്ടും ഉപ്പയുടെ കടം വീട്ടാതെ നടക്കുന്ന മാന്യന്മാരുണ്ട്.
വാപ്പയുടെ കടം വീട്ടാതെ നടക്കുന്ന മാന്യന്മാരായ മക്കളുണ്ട്. ഇതുപോലെയുള്ള വാഗ്ദത്തമല്ല സഹോദരങ്ങളെ, സ്വഹാബത്താൻ. യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ഞങ്ങളുടെ കൂട്ടുകാരന്റെ കടം എത്രയാണെങ്കിലും ഞങ്ങൾ വീട്ടാം നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തോഷം. അവിടുന്ന് എഴുന്നേറ്റു, മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി പോയി, നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞു. സ്വഹാബത്ത് ചോദിക്കുന്നു, യാ ഹബീബല്ലാഹ്, ഹംസത്തുൽ കറാറിനെ പോലെ കരൾ പോലും ദീനിന് വേണ്ടി സമർപ്പിച്ചു. സുമ്മ ആശ സുമ്മ ഖുത്തില, സുമ്മ ആശ സുമ്മ ഖുത്തില. 7 പ്രാവശ്യത്തോളം ഷഹീദായി മരിക്കുന്നു, വീണ്ടും ജീവിക്കുന്നു, വീണ്ടും ഷഹീദായി മരിക്കുന്നു. ആ മനുഷ്യന് രക്ഷയില്ലയോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലയോ സ്വഹാബികളെ, കടമുണ്ടോ പ്രയാസമാണ്. യുഗ്ഫറു ലിശ്ശഹീദി ജമീഉദ്ദുനൂബ്. ഒരു ഷഹീദായ മനുഷ്യന്റെ ഈ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. ഇല്ലദ്ദൈൻ, കടമുണ്ട് എങ്കിൽ പ്രശ്നമാണ്, കടമുണ്ട് എങ്കിൽ വിഷയമാണ്. ഇന്ന് കടം വാങ്ങാൻ ഒരു പേടിയുമില്ലാത്ത കാലം, കടം വാങ്ങിയിട്ട് കൊടുക്കാതെ നടക്കാൻ അത്രയും പേടിയില്ലാത്ത കാലം. അവധി എത്തിക്കഴിഞ്ഞാൽ ഫോൺ ഓഫാക്കി നടക്കാൻ തീരെയും പേടിയില്ല. എവിടെയാണ് സഹോദരങ്ങളെ? ഞാൻ പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞു പോയതാണ്, വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഈ സദസ്സിൽ കടമുള്ളവരുടെ മനസ്സൊന്ന് പൊട്ടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷേ പള്ളിക്കാട്ടിൽ ചെന്ന് കിടക്കുമ്പോഴുണ്ടാകുന്ന അവസ്ഥയെ കുറിച്ചൊന്നും ഓർക്കേണ്ടതുണ്ടല്ലോ. നീറിപ്പുകഞ്ഞു നടക്കുന്നവർ, മക്കളുടെ കാര്യത്തിൽ വീടെടുത്തതിന്റെ പേരിൽ അങ്ങനെ ഒരുപാട് കടം വെച്ച് നടക്കുന്ന എന്റെ അനുജന്മാരെ, ഒരു ഭാഗത്ത് കടക്കാരായി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ പരിഹാര വഴികൾ ഇസ്ലാമിലുണ്ട് സഹോദരങ്ങളെ, പരിഹാര മാർഗങ്ങൾ ദീനിലുണ്ട്. അല്ലാഹു അർഹമുർ റഹീമീനായ റബ്ബ് പാവങ്ങളായ നമുക്ക് വേണ്ടി നമുക്ക് നൽകിയ, നമുക്ക് റഹ്മത്തായി നൽകിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തമസ്സക ബിൻ നബിയ്യി വ കുല്ലു സഅബിൽ, മുസ്ലിമീങ്ങളെ നിങ്ങൾ പിടിച്ചോളൂ റസൂലുള്ളാഹ്, വ കുല്ലു സഅബിൽ, ഏത് മല പോലെയുള്ള പ്രശ്നങ്ങളും യഹൂനു ഇദാ തമസ്സക ബിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ്. പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരോട് ബഹുമാനപ്പെട്ട ശൈഖുനെ ഇരുത്തി, സാദാത്തുക്കളെ ഇരുത്തി, ഇസ്സുദ്ദീൻ ഉസ്താദ് അടക്കമുള്ള മഹാന്മാരെ ഇരുത്തി ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത്, പ്രിയപ്പെട്ട അനുജന്മാരെ, ദീനിന്റെ പടയാളികളായ കൊച്ചനുജന്മാരെ, ഇത് മഹാന്മാർ എഴുതി വെച്ചതല്ലേ. തമസ്സക്ക് ആർക്കാണ് ഈ ഉമ്മത്തിൽ ഈമാനിന്റെ പ്രഭ ലഭിച്ചവർക്ക് ആർക്കാണ് തർക്കമുള്ളത്? തമസ്സക്ക് ബിൻ നബിയ്യി വ കുല്ലു സഅബിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നെഞ്ചിലേറ്റൻ ഹൃദയത്തിൽ ഇറക്കി വെക്കാൻ കഴിഞ്ഞാൽ വ കുല്ലു സഅബിൻ, ഏത് പ്രശ്നങ്ങളും കുട്ടികളെ കൊണ്ടലട്ടുന്നവരുണ്ടോ? അല്ലാഹു തആല ഈ ലോകത്ത് പല അനുഗ്രഹങ്ങളും ഓരോ മനുഷ്യനും കൊടുത്തിട്ടുണ്ട്. എന്റെ അനുജാ, ലാ ഹദ്ദ വലാ ഹസ്റാ. ഒരു മിനിറ്റ് എങ്ങാനും പടച്ച റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ഞാനെങ്ങാനും ഒരു മിനിറ്റ് വേണ്ട സഹോദരങ്ങളെ, അരമിനിറ്റ് എന്റെ ഖാലിഖായ റബ്ബ് എനിക്ക് നൽകിയ ആ അനുഗ്രഹങ്ങളെ കുറിച്ച് ഞാൻ അങ്ങ് ചിന്തിച്ചാൽ കാണാനുള്ള ശക്തി, അതുപോലെ സംസാരിക്കാനുള്ള ഓരോ മേഖല എടുത്തു നോക്കൂ. ഒരു വിരനനക്കൽ കഴിയാത്ത എത്ര പാവങ്ങളുണ്ട്. എന്റെ ഓർമ്മയിൽ 17 കൊല്ലത്തോളമായി ഒരു മനുഷ്യൻ മയ്യിത്ത് കിടക്കുന്നത് പോലെ 17 കൊല്ലത്തോളമായി മക്കളെ മറന്നു കിടക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അങ്ങനെ എത്ര ആളുകൾ മൂത്രത്തിൽ കിടക്കുന്നവരുണ്ട്. അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഒരു മിനിറ്റ് എടുത്തു നോക്കിയാൽ ലാ ഹദ്ദ വലാ ഹസ്റാ, കണക്കും കയ്യുമില്ലല്ലോ. കുല്ലുൽ ഉമൂരി ബിതഖ്ദീരിൻ മിനല്ലാഹ് യജ്രി ബിലാ മാനിഇൻ മിൻഹു വലാ നാഹി. കാര്യങ്ങളൊക്കെ
നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. ആ അർഹമുർ റഹീമീനായ റബ്ബ് നമുക്ക് ധാരാളം നിഅമത്തുകൾ നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടുന്ന, ശുക്രിന് വേണ്ടി സുജൂദ് ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു നിഅമത്താണ് നിഅമുൽ ഇലാഹി അലൽ ഇബാദി കസീറത്തുൽ വഅജല്ലുഹുന്ന നജബത്തുൽ ഔലാദി. അല്ലാഹു നമുക്ക് നൽകിയ മക്കൾ, അവരാണ് ആ മക്കളെ കൊണ്ട് ഖുർറത്തുൽ ഐൻ, കൺകുളിർമയുണ്ടാവലാണ്. സഹോദരങ്ങളെ, മക്കളില്ലാത്തവരോട്, മക്കളില്ലാത്ത ദമ്പതികളോട് ചോദിച്ചാൽ അറിയാം ആരാണ് നമ്മുടെ മക്കൾ. നമ്മുടെ മക്കളുടെ മഹത്വം തിരിയണോ? നമ്മുടെ കുട്ടികളുടെ അവസ്ഥ തിരിയണോ? കല്യാണം കഴിച്ച 10ഉം 15ഉം കൊല്ലമായി ഒരു കുഞ്ഞിന്റെ കാല് കാണാൻ കഴിയാത്ത ഒരു കുഞ്ഞിനെ കാണാൻ കഴിയാത്ത ദമ്പതികൾ, രാവിലെ മദ്രസയിലേക്ക് പോകുന്ന, സ്കൂളുകളിലേക്ക് പോകുന്ന ആ കുട്ടികളെ നോക്കിയിട്ട് ബാഗ് പിടിച്ച് ഓടിച്ചാടി നടക്കുന്ന ആ കുട്ടികളെ കാണുമ്പോൾ വരാന്തയിൽ നിന്നിട്ട് കരയുന്ന ചില ഉമ്മമാരുണ്ട് നമ്മുടെ ഈ ഭൂമിയിൽ, ഈ മണ്ണിൽ. മദ്രസയിലേക്ക് പോകുന്ന കുട്ടികൾ നോക്കി കരയുന്ന ആരാണെന്നറിയോ? 10ഉം 15ഉം കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിനെ കിട്ടാത്ത ആ പാവങ്ങൾ. ഭർത്താവ് ചോദിക്കും, നീ എന്തിനാണ് കരയുന്നത്? ഉടനെ തന്നെ പെൺകുട്ടി പറയൊന്നുമില്ല, ആ കളിച്ചു പോകുന്ന, ബാഗ് പിടിച്ചു പോകുന്ന മക്കളെ കണ്ടപ്പോൾ അറിയാതെ കരഞ്ഞു പോയതാണ്. നമ്മുടെ മക്കളുടെ മഹത്വം തിരിയണോ? ചോദിക്കേണ്ടതില്ല. കല്യാണം കഴിച്ചിട്ടൊരു കുഞ്ഞിനെ കിട്ടാത്ത ദമ്പതികളെ അവരുടെ മുഖമൊന്ന് വായിച്ചാൽ മതി, അവരുടെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ മതി, അപ്പോൾ തിരിയും നമ്മുടെ മക്കൾ ആരാണ്. അല്ലാഹു തആല നമുക്ക് നൽകിയ മക്കൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ്. ആ കുട്ടി കഞ്ചാവിന് അടിമപ്പെട്ടു പോകരുത്. നമ്മുടെ മകൾ ലഹരികൾക്ക് അടിമപ്പെട്ടു പോകരുത്. മലീമസമായ ചുറ്റുപാടുള്ളൊരു സമയം നമ്മുടെ ആൺകുട്ടികൾ ഒരു വേശ്യപ്പെണ്ണുമായി വീട്ടിലേക്ക് വന്നാൽ എന്തിന് പറ്റും മാതാപിതാക്കളെ? നമ്മുടെ ഒരു മോളെങ്ങാനും ചാടിപ്പോയി എന്ന് കേട്ടാൽ എന്തിനു പറ്റും നമ്മയൊക്കെ? ഇവിടെയാണ് ധാരാളം ആളുകൾ മക്കളെ കൊണ്ട്, മക്കൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇല്ല എന്ന വിഷമേ ഉള്ളൂ എന്ന് പറയുന്ന നല്ല നല്ല ഹാജിമാര് വരെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പൊ നമ്മുടെ നാടുകളിലുണ്ട്. മക്കൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇല്ല എന്ന വിഷമല്ലേ ഉള്ളൂ. ഏതായാലാവട്ടെ, എല്ലാ തലക്ക് ഞാൻ 3-4 കാര്യങ്ങളൊന്ന് പരത്തി പറഞ്ഞു. എന്താണെങ്കിലും നമുക്ക് അല്ലാഹു നൽകിയ റഹ്മത്താണ്, റഹ്മത്തുൽ ലിൽ ആലം, ലോകത്തിന്റെ റഹ്മത്തായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി തങ്ങളെ, തമസ്സക് ബിൻ നബിയി, മുസ്ലിമീങ്ങളെ നബി തങ്ങളെ പിടിച്ചോളൂ. അല്ലാഹു ഈ ഉമ്മത്തിന് നൽകിയ റഹ്മത്താണ്. കാരണം വകുല്ലു സഅബിൻ, ഏത് മല പോലെയുള്ള പ്രശ്നങ്ങളും യഹൂനു ഇദാ തമസ്സക ബിൻ നബിയി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ പിടിച്ചാൽ നാളെ നമ്മുടെ ഇവിടെ മുഖ്യ അതിഥിയായി നമുക്ക് വരാനുള്ള, ഇവിടെ വന്നിട്ടുള്ള ബഹുമാനപ്പെട്ടവരുടെ ചില പ്രഭാഷണങ്ങൾ നാളെ കേട്ടാൽ നമുക്കറിയാം. അഷ്റഫുൽ ഖൽഖ് തങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രഭാഷണങ്ങൾ അവിടെ നടത്തുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഉഹദിൽ വെച്ചൊക്കെ ചില വാക്കുകൾ, മഹാനവരുടെ വാക്കുകൾ വല്ലാതെ ഖൽബിൽ പതിപ്പിച്ചു പോയ ചില രംഗങ്ങളുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട്, ഞാൻ എന്റെ സഹോദരങ്ങളോട് പറഞ്ഞു വരുന്നത്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മുടെ ഖൽബിൽ ഒന്ന് ഇറക്കി വെക്കാൻ കഴിഞ്ഞാൽ ഏത് മല പോലെയുള്ള പ്രശ്നങ്ങളും മഞ്ഞ് പോലെയായി തീരുമെന്ന് മഹാന്മാർ വിവരിച്ചിട്ടുണ്ട്. എങ്കിൽ എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, എന്തുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മുടെ ഖൽബിൽ ഇറക്കി വെച്ചുകൂടാ? എന്തുകൊണ്ട് നമുക്കൊരു ചെറിയ ബന്ധം മദീനയുമായി يا سندي وأنت ذخيرتي لغدي شفيع الخلق خذ بيدي وكن غوثي رسول الله. ഉപ്പാപ്പാ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ ചാരത്തേക്ക് അവിടുന്ന് പോയിട്ട് അവിടുന്ന് എന്നെ കാണുന്നുണ്ട്, ഞാൻ അങ്ങേ കാണുന്നില്ല. ഒരു നോക്ക് കാണാൻ ആശയുണ്ട്, ഒരു നോക്ക് കാണാൻ ആഗ്രഹമുണ്ട്. ഇത് പറഞ്ഞ
പറഞ്ഞുകൊണ്ട് കണ്ണീരൊടുക്കിയ മുത്തുകൾ, കാണാൻ അവസരം കിട്ടിയ മുത്തുകൾ, ഇതൊക്കെ നമ്മൾ വഅദുകളുടെ കേൾക്കുന്നവരാണ്, പറയുന്നവരാണ്. എന്തുകൊണ്ട് എന്റെ അനുജന്മാരെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മുടെ ഖൽബിൽ ഒരു ചെറിയ അടുപ്പം, ഒരു ചെറിയ ബന്ധം, മദീനയുമായി ഒരു അടുപ്പം ഉണ്ടാക്കിക്കൂടാ? ലൗ അന്ന സമാവാതി സബ്അ വൽ അർദീൻ, 7 ആകാശവും 7 ഭൂമികളും അതിലെ മുഴുവൻ വസ്തുക്കളും എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഫീ കഫത്തിൽ മീസാൻ, ഒരു തുലാസിലങ്ങ് വെക്കുന്നു. വലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ മറ്റൊരു തുലാസിലും അങ്ങ് വെച്ചാൽ ലസഖുലത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയെ കവച്ചു വെക്കാൻ ലോകത്ത് എന്താണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാന്മാര് മുഖേന പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമല്ലേ? 7 ആകാശവും അതും ഭൂമികളും ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ഒരു തുലാസിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ മറ്റൊരു തട്ടിലും അങ്ങ് വെച്ചാൽ ലസഖുലത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ കലിമയെ കവച്ചു വെക്കൽ ലോകത്ത് എന്താണുള്ളത്? എന്നാൽ എന്റെ അനുജാ, ആ കലിമ ചൊല്ലിയത് കൊണ്ട് മാത്രം ഏതെങ്കിലും ഒരു മനുഷ്യന് ഈമാനിന്റെ വെളിച്ചം കിട്ടുമോ? ഈമാനിന്റെ പ്രഭ ലഭിക്കുമോ? ഹത്താ തശ്ഹദ വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഇത് മനസ്സിൽ ഉറപ്പിച്ച നാവ് കൊണ്ട് വെളിവാക്കി പറയാതെ ഏതെങ്കിലും ഒരു മനുഷ്യന് ഈമാനിന്റെ വെളിച്ചം കിട്ടുമോ മക്കളെ? ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഈമാനിന്റെ വെളിച്ചം കിട്ടുമോ? ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ഒരു തുലാസിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്കിൽ ആ കലിമയെ കവച്ചു വെക്കൽ കഴിയില്ലെന്ന് പറഞ്ഞാൽ ആ കലിമ ചൊല്ലിയത് കൊണ്ട് മാത്രം ആകാശത്തിന്റെ ചുവട്ടിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഈമാനിന്റെ പ്രഭ, ദീനിന്റെ മെമ്പറാകാൻ, ഇസ്ലാമിന്റെ ഒരു മെമ്പർഷിപ്പ് എടുക്കൽ കഴിയോ? ഇല്ല എന്റെ അനുജന്മാരെ. ഹത്താ തശ്ഹദ വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഇത് മനസ്സിൽ ഉറപ്പിച്ച നാവ് കൊണ്ട് വെളിവാക്കി പറയാതെ ഈമാനിന്റെ പ്രഭ ഒരൊറ്റ കുട്ടിക്കും ലഭിക്കില്ല. ഈമാനിന്റെ പ്രഭ അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ് ഈമാനിന്റെ വെളിച്ചം എന്നുള്ളത്. ആ വെളിച്ചം കിട്ടണോ? ആ വെളിച്ചം കിട്ടണോ? റസൂലുള്ളാഹിനെ ഖൽബിൽ ഇറക്കി വെച്ചാൽ പോരാ. ഹത്താ തശ്ഹദ വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയണമെന്ന് മഹാന്മാർ വിവരിക്കുന്നുവെങ്കിൽ ആ നബിത്തങ്ങളെ എന്തുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ ഖൽബിൽ ഇറക്കി വെച്ചുകൂടാ? എന്തുകൊണ്ട് മദീനയുമായൊരു ബന്ധം? അൽഹംദുലില്ലാഹ്, ഞാൻ ഇവിടെ പറയേണ്ടവനല്ല, ഇവിടെ പറയേണ്ടതില്ല. അഭിവന്ദരായ ഫാറൂഖ് ഉസ്താദ്, നഈം ഉസ്താദിന്റെ ഒക്കെ അല്ലാഹു ആ സഹോദരന് ആഫിയത്ത് കൊടുക്കട്ടെ. നഈം ഉസ്താദിന്റെ ഒരു ദീനിയായ നബിത്തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പടയോട്ടം കൊല്ലം ജില്ലയിൽ പ്രത്യേകിച്ചും വർഷത്തിൽ നടക്കുന്ന ദശദിന പ്രഭാഷണത്തിലൂടെ എത്രയാണ് 10,000-കണക്കിന് പാവങ്ങളുടെ ഖൽബിൽ മദീനയുമായൊരു ബന്ധമുണ്ടാക്കാൻ ആ പ്രഭാഷണങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തബറുക്കിന് വേണ്ടിയുള്ള ഒരു വാക്കാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ എന്റെ കൊച്ചനുജന്മാരോട് ഓർമ്മപ്പെടുത്തുന്നു, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി തങ്ങളെ നമ്മുടെ ഖൽബിൽ ഒന്നിറക്കി വെച്ചില്ല എങ്കിൽ നഷ്ടമാണ്, എല്ലാ സ്ഥലത്തും നഷ്ടമാണ്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള്, 5 വഖത്ത് ഫർളാക്കപ്പെട്ട നിസ്കാരങ്ങളിൽ, മറ്റുള്ള സുന്നത്ത് നിസ്കാരങ്ങളിൽ വരെ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ദിക്ർ തന്നെയാണ് ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി. തീർച്ചയായും എന്റെ നിസ്കാരം, എന്റെ ഇബാദത്ത് പോകട്ടെ, എന്റെ ജീവിതം, എന്റെ മരണം, എന്റെ എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതാരാണ് പറയാത്തത്? ആ 5 വഖത്ത് ഫർളാക്കപ്പെട്ട നിസ്കാരത്തിനും അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. പ്രിയപ്പെട്ട പിതാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറഞ്ഞില്ല എങ്കിൽ നമ്മുടെ നിസ്കാരം ബാത്തിലാണ്, നമ്മുടെ നിസ്കാരം അസ്ഥാനത്താണ്. നബി തങ്ങളല്ലാത്ത
ഏതെങ്കിലും ഒരു മനുഷ്യനെ, അല്ലാഹുവിന്റെ ഹബീബല്ലാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനെ, അത് സ്വന്തം വാപ്പയാവട്ടെ സ്വന്തം ഉമ്മയാവട്ടെ, പൊന്നുപ്പയെ ഖിതാബിട്ടുകൊണ്ട് അസ്സലാമു അലൈക എന്ന് പ്രയോഗിച്ചാൽ എന്റെ അനുജന്മാരെ നമ്മുടെ നിസ്കാരം ബാത്തിലാകും. അസ്സലാമു അലൈക എന്ന് ഉമ്മയെ ഖിതാബിട്ടുകൊണ്ട് പറഞ്ഞാൽ നമ്മുടെ നിസ്കാരം ബാത്തിലാകും. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖിതാബിട്ടുകൊണ്ട് അസ്സലാമു അലൈക എന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ നിസ്കാരം ബാത്തിലാണ്. സല്ലല്ലാഹു അലൈക യാ ഹബീബല്ലാഹ്, സല്ലല്ലാഹു അലൈക യാ ശഫീഅൽ മുദ്നിബീൻ. ഇതൊരു യാഥാർത്ഥ്യമല്ലേ സഹോദരങ്ങളെ? ഫർളാക്കപ്പെട്ട 5 വഖത്ത് നിസ്കാരത്തിലും അവസാനത്തെ അത്തഹിയ്യാത്തിൽ അസ്സലാമു അലൈക എന്ന് ഖിതാബിട്ട് പറഞ്ഞേ പറ്റൂ. നമ്മുടെ ഉമ്മയെ കുറിച്ച് ഉപ്പയെ കുറിച്ച് ഖിതാബിട്ട് നിസ്കാരത്തിൽ പറ്റില്ല പറയാൻ. ഉമ്മയാൻ ഉപ്പയാൻ ശരിയാണ്. മാത്രമല്ല ഫർള് നിസ്കരിക്കുന്ന ഒരു കുട്ടിയെ എങ്ങാനും പ്രിയപ്പെട്ട ഉമ്മ വിളിച്ചാൽ, 10 മാസം നൊന്ത് പ്രസവിച്ച ഉമ്മ വിളിച്ചാൽ ഉത്തരം കൊടുക്കൽ പാടില്ല. ബാപ്പ വിളിച്ചാലും ഉത്തരം കൊടുക്കൽ പാടില്ല. ഉത്തരം കൊടുക്കണമെന്ന ചർച്ച മുസ്ലിമീങ്ങളെ, അത് സുന്നത്ത് നിസ്കാരത്തിലാണല്ലോ. ഫർള് നിസ്കാരത്തിൽ മാതാവ് വിളിച്ചാലും പിതാവ് വിളിച്ചാലും ഉത്തരം കൊടുക്കൽ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെങ്ങാനും വിളിച്ചാൽ ഉത്തരം കൊടുക്കൽ നിർബന്ധമാണ്. പണ്ഡിത ലോകം എഴുതി വെക്കുന്നു, നടന്നു പോയാൽ കുഴപ്പമില്ല, ഖിബല തെറ്റിയാൽ വിരോധമില്ല, 3 ചലനമുണ്ടായാൽ പ്രശ്നമില്ല. നേരെ മറിച്ച് മാതാപിതാക്കൾ വിളിച്ചാൽ, ഉമ്മ വിളിച്ചാൽ ഉപ്പ വിളിച്ചാലും ഉത്തരം കൊടുക്കൽ പാടില്ല. എന്താണ് എന്റെ അനുജന്മാരെ, അവർക്ക് പദവിയില്ലാത്തത് കൊണ്ടാണോ? മാതാപിതാക്കളെ കുറിച്ച് അത്യാവശ്യം വാഴ്ന്നു പറയുന്നവരാണ് ഇരിക്കുന്ന കൂട്ടത്തിലും വിനീതനടക്കമുള്ളവരൊക്കെ. മാതാപിതാക്കളെ കുറിച്ച് ആർക്കാട് തർക്കമുള്ളത്? മാമിൽ വലദിൽ യൻദുറു ഇലാ വാലിദൈഹി നളറ റഹ്മാ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നളറത്തിൽ ഹജ്ജത്തുൽ മബ്റൂറാ, ഹജ്ജത്തുൽ മബ്റൂറാ. നമ്മുടെ പൊന്നുമ്മയുടെ മുഖത്ത്, നമ്മുടെ ഉപ്പയുടെ മുഖത്ത് നളറ റഹ്മാ, കാരുണ്യത്തിന്റെ ഒരു നോട്ടം നോക്കി ഉമ്മ എന്ന് വിളിക്കാൻ കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളോട്, അനുജന്മാരെ, ഞാൻ എന്റെ അനുജന്മാരോട് ഓർമ്മപ്പെടുത്തുന്നത്, ഖാദിസിയിൽ ഒരു സമയത്ത് വഅദിന് വരുമ്പോൾ എന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, എന്റെ ഉപ്പ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ വരുമ്പോൾ രണ്ടുപേരും പള്ളിപ്പറമ്പിലാണ്. ഇവിടെ നിന്ന് വഅദ് കഴിഞ്ഞിട്ട് വീട്ടിലെങ്ങാനും എത്തിപ്പെട്ട് ഉമ്മ കിടന്നിരുന്ന കട്ടിലങ്ങ് കണ്ടാൽ ഇപ്പോഴും എന്തോ മനസ്സ് പതറിപ്പോവുകയാണ്. അത് അതാണ് എന്റെ അനുജന്മാര്, നമ്മുടെ ഉമ്മ, അതാണ് നമ്മുടെ അനുജന്മാരുടെ ഉമ്മ. ഞാനിവിടെ പറഞ്ഞു വരുന്നത്, എന്നാൽ ആ ഉമ്മയുടെ മുഖത്തെങ്ങാനും ഒരു നോട്ടം നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ കഴിഞ്ഞാൽ, സന്തോഷത്തിന്റെ ഒരു നോട്ടം നോക്കാൻ കഴിഞ്ഞാൽ, നമ്മുടെ പൊന്നുപ്പയുടെ മുഖത്തൊന്ന് സന്തോഷിപ്പിച്ചുകൊണ്ട് റഹ്മത്തിന്റെ കരുണയുടെ ഷഫഖത്തിന്റെ ഒരു നോട്ടം നോക്കാൻ കഴിഞ്ഞാൽ, ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നളറത്തിൽ ഹജ്ജത്തുൽ മബ്റൂറാ. പവിത്രമായ കഅബാലയത്തിന്റെ തെല്ല് പിടിച്ച് മബ്റൂറായ ഹജ്ജ് ചെയ്ത പ്രതിഫലം കഴിഞ്ഞ കൊല്ലം VIP ഹാജിമാരുണ്ട്. 10 ലക്ഷം മുടക്കി 12 ലക്ഷം മുടക്കി ഹജ്ജിന് പോയവരുണ്ട് അനുജന്മാരെ. ആ 12 ലക്ഷം മുടക്കി 40 ദിവസത്തോളം അറഫ, മിന, മുസ്ദലിഫ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് ഇബാദത്ത് നിർവഹിച്ച് നാട്ടിൽ വന്നാലും മബ്റൂരി എന്ന് പറയാൻ പറ്റുമോ? മബ്റൂരി എന്ന് പറഞ്ഞാൽ കയ്യൗമ വലദതുഹു ഉമ്മുഹു, ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെയാൽ, ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെയാൻ. എന്നാൽ മബ്റൂറായ ഹജ്ജ് ചെയ്ത പ്രതിഫലമെന്ന് 12 ലക്ഷം മുടക്കി വന്നാലും പ്രയാസമാണ് പറയാമെങ്കിൽ,
മാതാപിതാക്കളെ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നദറത്തിൽ ഹജ്ജത്തൽ മബ്റൂറ. ആർക്കാട് സഹോദരങ്ങളെ തർക്കമുള്ളത്? ശൈഖുനാനെ ഇരുത്തി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പ ലോകത്ത് കോടിക്കണക്കിന് ഡോളർ കൊടുത്താലും കിട്ടാത്ത രണ്ടേ രണ്ട് മുത്തുകളെ അല്ലാഹു ലോകത്ത് പടച്ചിട്ടുള്ളൂ. അമ്പിയാക്കളെ മാറ്റിവെച്ച് റസൂലുള്ളാഹിനെ മാറ്റിവെച്ച് ഞാൻ പറയുന്നു, ഒന്ന് നമ്മുടെ ഉമ്മയാണ്, മറ്റൊന്ന് നമ്മുടെ ഉപ്പയുമാണ്. മാതാപിതാക്കൾ അത് വല്ലാത്ത മുത്തുകളാണ്. അവരുടെ മുഖത്ത് ഒരു നോട്ടം നോക്കുന്നുവെങ്കിൽ കിട്ടുന്ന നേട്ടമാണ് പറഞ്ഞതെങ്കിൽ ആ ഉമ്മ വിളിച്ചാൽ, ഫർദ് നിസ്കരിക്കുന്ന കുട്ടിയെ വിളിച്ചാൽ ഉത്തരം കൊടുക്കാൻ പാടില്ല. ഉത്തരം കൊടുക്കണമെന്നത് അത് സുന്നത്ത് നിസ്കാരത്തിലാണ്. എന്നാലോ ദീനിന്റെ മക്കളെ, ആശിഖീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെങ്ങാനും ഒരു മുഅ്മിനായ മനുഷ്യനെ ഫർദ് നിസ്കരിക്കുന്ന ഒരു കുട്ടിയെ വിളിച്ചാലോ ഉത്തരം കൊടുക്കൽ നിർബന്ധമാണ്. ഖിബല തെറ്റിയാൽ വിരോധമില്ല, 3 ചലനമുണ്ടായാൽ പ്രശ്നമില്ല. ഇത് മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്തുകൊണ്ട് തമസ്സക് ബിൻ നബിയ്യി വ കുല്ലു സഅബിൽ, എന്തുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ഖൽബിൽ നിറക്കി വെച്ചുകൂടാ? നോക്കൂ നിങ്ങൾ, 60 മാസത്തോളം 60 ദിവസത്തോളം പൊന്നുമ്മയെ ഏറ്റി നടന്ന ഒരു മനുഷ്യന്റെ കഥ, ഒരു കുട്ടിയുടെ കഥ. പഴയ കാലത്തുള്ള ഉസ്താദുമാരുടെ വാക്കുകൾ എത്ര ഖൽബ് തട്ടുന്ന ആഴത്തിലുള്ള ഉപദേശങ്ങളാണ്. 60 ദിവസത്തോളം പൊന്നുമ്മയെ ചുമരിലേറ്റിക്കൊണ്ട് അറഫ, മിന, മുസ്ദലിഫ എല്ലാ സ്ഥലങ്ങളിലും പോയി അവിടുന്ന് ഏറ്റി നടന്ന് കൊണ്ടു നടന്ന് അവസാനം വിടവാങ്ങൽ തവാഫും ഉമ്മാനെ ഏറ്റിക്കൊണ്ട് തന്നെ നിർവഹിച്ചിട്ട് മത്താഫിന്റെ ഒരു മൂലയിൽ പൊന്നുമ്മയെ ഇരുത്തിക്കൊണ്ട്, ഉമ്മാ ഞാൻ ആ ഖില്ലയൊന്ന് പിടിച്ചിട്ട് ദുആ ചെയ്തിട്ട് വരാം. ആ കുട്ടി അങ്ങ് ദുആ ചെയ്യുന്നു, പോകുന്നു. തിരിച്ചു വരുമ്പോൾ മത്താഫിലുള്ള മഹാന്മാരുടെ ചോദ്യം, മൻഹിയ, ഇതാരാടെന്ന് ചോദിക്കുമ്പോൾ, ഹിയ ഉമ്മീ, ഇതെന്റെ ഉമ്മയാൾ, ഇതെന്റെ ഉമ്മയാൾ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. 60 ദിവസത്തോളമായി എന്റെ ഉമ്മാനെ ഏറ്റി നടന്ന്, 60 ദിവസത്തോളം പൊന്നുമ്മയെ ഏറ്റി നടക്കാനും, 60 ദിവസത്തോളം പൊന്നുമ്മയെ ഏറ്റി നടക്കാൻ. നോക്കു നിങ്ങൾ, മഹാന്മാര് പറയുന്നത് 60 ദിവസത്തോളം പൊന്നുമ്മയെ ഏറ്റി നടക്കാൻ അവസരം അല്ലാഹു തആല എനിക്ക് തന്നിട്ടുണ്ട്. അല്ലയോ തങ്ങളെ, യാ ഇമാമൽ മുത്തഖീൻ, അല്ലയോ തങ്ങളെ, എന്റെ ഉമ്മാക്ക് ഞാനൊരു ചെറിയ ഖിദ്മ ചെയ്തുവെന്ന് നാളെ അഷ്റഫുൽ ഖൽഖിന്റെ ചാരത്ത് വെച്ച് എനിക്ക് പറയാൻ സാധിക്കുമോ? ലാ ലാ ഇല്ല മോനെ. 60 ദിവസമല്ല, 60 കൊല്ലത്തോളം ഉമ്മാനെ ഏറ്റി നടന്ന്, ഉപ്പാനെ ഏറ്റി നടന്ന് ഒരു ഖിദ്മ ചെയ്തു എന്ന് പറഞ്ഞാലും, ഒരു ചെറിയ നന്മ ചെയ്തു എന്ന് പറയാൻ സാധിക്കില്ല മോനെ. കാരണം അശദ്ദു മിനൽ മൗത്ത്. ആരാണ് നിന്റെ ഉമ്മ എന്നറിയോ? നിന്റെ ശരീരത്തിലുള്ള കൈകാലുകൾ വെട്ടിമുറിക്കുന്നുവെങ്കിൽ, ജീവനോടെ കൈകാലുകൾ വെട്ടിമുറിക്കുന്നുവെങ്കിൽ, ആ വെട്ടിമുറിക്കുന്ന സമയത്ത് നമ്മുടെ വേദന എത്രയാണ്? അതിനേക്കാളും വലിയ വേദന നമ്മുടെ ഉമ്മ നമ്മ പ്രസവിക്കുമ്പോൾ സഹിച്ചിട്ടുണ്ട്. എന്റെ അനുജന്മാരെ, അശദ്ദു മിനൽ മൗത്ത്, മരണത്തെക്കാളും ശുദ്ധത്തുള്ള വേദന അനുഭവിച്ച പൊന്നുമ്മ. അതുപോലെ ഉമ്മയെക്കാളും പച്ച പാവമാണ് നമ്മുടെ സാധുവായ ഉപ്പ. പാവമാണ്, സത്യമാണത്. ജുമഅക്ക് ഞാൻ പറഞ്ഞു, ഉമ്മയെക്കാളും പച്ച പാവമാണ് നമ്മുടെ സാധുവായ ഉപ്പ. ആ വാപ്പ, ആ ഉപ്പയെ നോക്കു നിങ്ങൾ, അവിടുന്ന് എത്ര വലിയ മഹത്തുക്കളാണ്. എന്നാൽ അവിടുന്ന് വിളിച്ചാൽ ഉത്തരം കൊടുക്കരുതെന്നും, റസൂലുള്ള വിളിച്ചാൽ ഉത്തരം കൊടുക്കണമെന്നും പറഞ്ഞാൽ, സല്ലല്ലാഹു അലൈക യാ ഹബീബല്ലാഹ്,
ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മുടെ ഖൽബിൽ ഇറക്കി വെക്കാൻ കഴിഞ്ഞാൽ ദുനിയാവിൽ കുടുങ്ങില്ല, പള്ളിക്കാട്ടിൽ അത്രയും വിഷമിക്കേണ്ടി വരില്ല. കാരണം അല്ലാഹു നമുക്ക് നൽകിയ റഹ്മത്തിന്റെ കേന്ദ്രമാണ്, ഒരു സ്ഥലത്തും കുടുങ്ങേണ്ടി വരില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖൽബിൽ ഇറക്കി വെക്കാൻ ദൈരി യാ റസൂലല്ലാഹ്, ദൈരി യാ ഹബീബല്ലാഹ്, ദൈരി യാ റസൂലല്ലാഹ്. നബിയേ, വിശന്ന് അവിടുന്ന് എല്ലാ നിലക്കുള്ള ഏത് ഘട്ടത്തിലും പോകാനുള്ള കേന്ദ്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. സഹോദരങ്ങളെ, അവിടുന്ന് സ്വന്തം മകന് അല്പം കാശ് കൊടുക്കാനുണ്ട്. കാശ് കൊടുക്കാൻ ഉള്ളത് കൊണ്ട് അവധി എത്തിയപ്പോ പൊന്നുമോൻ ഉപ്പാന്റെ മുഖത്ത് നോക്കി ചോദിച്ചു, ഉപ്പാ, ഇന്നാണ് എനിക്ക് തരാനുള്ള കാശിന്റെ ആ ഡേറ്റ്, അവധി പറഞ്ഞ ഡേറ്റ് സമയം ഇന്നാണ്. സാധുവായ ഉപ്പയുടെ കയ്യിൽ ഒന്നുമില്ല. ദൈനിയാ റസൂലല്ലാഹ്, നൂറുകണക്കിന് സംഭവങ്ങൾ, ഓരോ വിഷയങ്ങളും ഏത് മേഖല എടുത്തു നോക്കിയാലും കടം എന്നല്ല, രോഗം എന്നല്ല, നമ്മുടെ കുട്ടികളുടെ കാര്യം എന്ത് പ്രശ്നത്തിലാണെങ്കിലും അല്ലാഹു നമുക്ക് നൽകിയ റഹ്മത്തിന്റെ കേന്ദ്രമാണ്. അവധി പറഞ്ഞ സമയം ഇന്നാണ്. സാധുവായ ഉപ്പയുടെ കയ്യിൽ ഒന്നുമില്ല. ദൈനിയാ റസൂലല്ലാഹ്, നൂറുകണക്കിന് സംഭവങ്ങൾ, ഓരോ വിഷയങ്ങളും ഏത് മേഖല എടുത്തു നോക്കിയാലും കടം എന്നല്ല, രോഗം എന്നല്ല, നമ്മുടെ കുട്ടികളുടെ കാര്യം എന്ത് പ്രശ്നത്തിലാണെങ്കിലും അല്ലാഹു നമുക്ക് നൽകിയ റഹ്മത്തിന്റെ കേന്ദ്രമാണ്. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി തങ്ങളെ പിടിക്കാൻ കഴിഞ്ഞാൽ ഒരിക്കലും കുടുങ്ങേണ്ടി വരില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മുടെ ഖൽബിൽ ഇറക്കി വെക്കാൻ കഴിഞ്ഞാൽ ഒരു സ്ഥലത്തും കുടുങ്ങുകയില്ല.